കൊച്ചിയിൽ കോൺഗ്രസ് നേതാക്കൾ യോഗം ചേരുകയാണ്. തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. കെ.സി. വേണുഗോപാൽ, ദീപാദാസ് മുൻഷി, വി.ഡി. സതീശൻ, അടൂർ പ്രകാശ്, സണ്ണി ജോസഫ്, രമേശ് ചെന്നിത്തല എന്നിവരൊക്കെ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ബിനിൽ വിവരങ്ങളുമായി ചേരുകയാണ്. ബിനിൽ, സീറ്റ് വിഭജനം, സ്ഥാനാർത്ഥി നിർണയം എന്തൊക്കെയാണ് ഇന്നിപ്പോൾ ചർച്ചയാകുന്നത്? ചർച്ച അവസാനിച്ചോ? എന്താണ് വിവരങ്ങൾ? അക്ഷയ ചർച്ച അവസാനിച്ചു. അല്പം മുമ്പ് രമേശ് ചെന്നിത്തലയും കെ.സി. വേണുഗോപാലും അതോടൊപ്പം തന്നെ വി.ഡി. സതീശനും ഗസ്റ്റ് ഹൗസിൽ നിന്ന് മടങ്ങുകയും ചെയ്തു. KPCC പ്രസിഡന്റ് അടക്കമുള്ള നേതാക്കൾ ഇപ്പോഴും ഗസ്റ്റ് ഹൗസിൽ തുടരുകയാണ്. നാളെയാണ് KPCCയുടെ വിശാല നേതൃയോഗം തീരുമാനിച്ചിരുന്നത്. ഇന്ന് തീരുമാനിച്ചിരുന്ന യോഗം നാളത്തേക്ക് മാറ്റിവെക്കുകയായിരുന്നു. അതിന് മുന്നോടിയായിട്ടാണ് പ്രധാനപ്പെട്ട നേതാക്കൾ ചേർന്നുകൊണ്ട് ഒരു പ്രാരംഭ ചർച്ചയിലേക്ക് പോയിരിക്കുന്നത്. കാരണം തെരഞ്ഞെടുപ്പ് അടുത്തു വരുന്നു. മുന്നണികൾ തമ്മിലുള്ള സീറ്റ് വിഭജന ചർച്ചകൾ വേഗത്തിൽ പൂർത്തീകരിക്കുക, അതാണ് ഇപ്പോൾ ആലോചിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് ഒരു കൂടിയാലോചനയാണ് ഇപ്പോൾ എറണാകുളത്ത് നടന്നത് എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കെ.സി. വേണുഗോപാൽ പുറത്തിറങ്ങിയ ശേഷം ഇത് സംബന്ധിച്ച് മാധ്യമങ്ങളോട് പറഞ്ഞത് എത്രയും വേഗം ഈ മുന്നണികളുമായിട്ടുള്ള സീറ്റ് ധാരണ അത് കൊണ്ടുവരും, അതിൽ മാറ്റമില്ല. പക്ഷേ എന്നത്തേക്ക് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി പട്ടിക വരും, അതൊരു തീയതി പറയാൻ കഴിയില്ല. പക്ഷേ അതിനുള്ള പ്രാഥമികമായ കൂടിയാലോചനകളൊക്കെ തുടങ്ങിക്കഴിഞ്ഞു എന്നതാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. പൊതുയോഗ യാത്രയ്ക്ക് മുൻപ് ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക വരും എന്നതായിരുന്നു ആദ്യം പറഞ്ഞിരുന്നത്. പിന്നീട് അതിനിടയിൽ വരുമെന്ന് പറയുന്നു. പക്ഷേ ഇപ്പോൾ കൃത്യമായ ഒരു തീയതി പറയുന്നില്ലെങ്കിൽ പോലും അതിലേക്ക് കടന്നിരിക്കുന്നു. വേഗത്തിൽ തന്നെ സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കുക, മുന്നണിക്കുള്ളിൽ അസ്വാരസ്യങ്ങളില്ലാതെ സീറ്റ് വിഭജനം പൂർത്തിയാക്കുക, അതൊക്കെയാണ് ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വം ഉദ്ദേശിക്കുന്നത്. UDF ഘടകകക്ഷികളുമായിട്ടുള്ള എല്ലാ ചർച്ചകളും പൂർത്തീകരിച്ചു എന്നതാണ് കേന്ദ്ര നേതൃത്വത്തെ, അതായത് ഹൈക്കമാൻഡിനെ കോൺഗ്രസ് നേതൃത്വം അറിയിച്ചിരിക്കുന്നത് എന്നതാണ് കെ.സി. വേണുഗോപാൽ വ്യക്തമാക്കിയത്. ചില തർക്കങ്ങളുണ്ട്, അതുകൂടി പരിഹരിക്കുമെന്നതും കൂടി കേന്ദ്ര നേതാക്കൾ അറിയിക്കുകയാണ്. അപ്പോൾ ഇതിൽ മനസ്സിലാക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്നത് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി പട്ടിക എത്രയും വേഗം വരാനുള്ള ഒരു സാധ്യതയാണ്. പക്ഷേ അത് ഈ പുതിയ യുഗ യാത്രയ്ക്ക് സമാപനത്തിന് മുൻപുണ്ടാകുമോ ഇല്ലയോ എന്നതിൽ ഇപ്പോഴും ഒരു വ്യക്തതയില്ല. ശരി, ബിനിലാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും തദ്ദേശ തെരഞ്ഞെടുപ്പിലൊക്കെ നടത്തിയതുപോലെ ആദ്യം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുക എന്നുള്ള നീക്കങ്ങളിലേക്കൊക്കെയായിരുന്നു കോൺഗ്രസ് ഉണ്ടായിരുന്നത്. അതിൽ ചിലയിടങ്ങളിലെ തർക്കങ്ങളൊക്കെ ഉണ്ട്. സീറ്റ് വിഭജനത്തിൽ ഉൾപ്പെടെ ഘടകകക്ഷികളൊക്കെ ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. പലതിലൊക്കെ തർക്കങ്ങൾ നടക്കുന്നു എന്നൊക്കെയാണ് നേരത്തെ കെ.സി. വേണുഗോപാൽ അക്കാര്യം സമ്മതിക്കുകയും ചെയ്തു. എന്തായാലും കോൺഗ്രസ് ആ വിഷയം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കൂടുതൽ വിവരങ്ങൾ പുറത്തു വരേണ്ടിയിരിക്കുന്നു.